ഹായ് സ്റ്റുഡൻസ്. സോ നമ്മൾ ചാപ്റ്റർ 2 ആണ് എടുത്തുകൊണ്ടിരുന്നത്. സോ നമുക്ക് ക്ലാസ്സസ് നമ്മളൊന്ന് കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. സോ അതിന് മുമ്പായിട്ടിടാം, പല ആൾക്കാരും ക്ലാസ്സസ് കാണുമ്പോൾ ചിലപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ താഴെ കാണുന്ന ഒരു ഐക്കൺ ഉണ്ടാവും. സോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ വേണമെങ്കിൽ സ്പീഡ് കൂട്ടാം. ഓക്കെ, ഒന്നുകൂടെ എന്താ പറയുക, സ്പീഡിൽ ക്ലാസ് ആണ്. അതായത് 1 പോയിന്റ് നമ്മൾ യൂട്യൂബിലൊക്കെ കാണുമല്ലോടാ, അതുപോലെ തന്നെ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ സ്പീഡിൽ എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസ്സസ് കേൾക്കാൻ പറ്റും. ഓക്കെ, സോ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, 1.5 ചെയ്താൽ പെട്ടെന്ന് ക്ലാസ്സസ് തീർക്കാം. സോ നമുക്ക് ക്ലാസ്സസ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സോ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഏതായിരുന്നു? അക്കൗണ്ടിങ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആയിരുന്നു. ഇവിടെ ഞാൻ വീണ്ടും പറയണം, നിങ്ങൾക്ക് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്താ, ഒരു സ്കില്ലാണ്. ആക്ച്വലി ഒരു അക്കൗണ്ടിങ് പഠിച്ചിട്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ജോബുകൾ എന്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേടാൻ പറ്റും. സോ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്, അക്കൗണ്ടിങ്. സോ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇപ്പോൾ സ്കിപ്പ് ചെയ്യരുത്. വളരെ വ്യക്തമായിട്ട് കാണിക്കുക, അക്കൗണ്ടിങ് എന്ന് പറയുന്ന ആ സ്കില്ല് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, യെസ്. അപ്പോൾ നോക്കിക്കോ, അക്കൗണ്ടിങ് കൺസെപ്റ്റ്. അതിൽ നമ്മൾ നോക്കണം, ഫസ്റ്റ് മീനിങ് ഓഫ് അക്കൗണ്ടിങ് കൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു. നമുക്കിത് അത്രയും അക്കൗണ്ടിങ് കൺസെപ്റ്റുകളാണ് എന്ത് ചെയ്യാനുള്ളത്, നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ്ഡ്. ഓക്കെ, എന്തായിരുന്നു അല്ലെ? ബിസിനസ് ഈസ് എ സെപ്പറേറ്റ് ലീഗലിറ്റി ഫ്രം ഇറ്റ്സ് ഓണർ. ഓണർ വേറെ, ബിസിനസ് വേറെ. ഓക്കെ, മണി മെഷർമെന്റ് കൺസെപ്റ്റ് അല്ലെ, എല്ലാ വാല്യൂസും എന്തിൽ മെഷർ ചെയ്യണം, എന്താ പറയാ, മണിയുടെ വാല്യൂ. അതുപോലെ തന്നെ ഗോയിങ് കൺസേൺസ്, ബിസിനസ് എന്താണ്, എന്താ പറയാ, ഒരുപാട് കാലത്തേക്ക് റൺ ചെയ്യും എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ എന്ത് ചെയ്തത്, അക്കൗണ്ടിങ് ചെയ്യുന്നത്. അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്. അക്കൗണ്ടിങ് പീരീഡ് 2 തരം ഇയർ ഉണ്ടെന്ന് പറഞ്ഞു, കറണ്ട് ഇയർ ഉണ്ട്, ഫൈനാൻഷ്യൽ ഇയർ ഉണ്ട്. ഇതൊക്കെ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അക്കൗണ്ടിങ് കോസ്റ്റ് കൺസെപ്റ്റ്. ഓക്കെ, യെസ്. അസറ്റ്സ് ഒക്കെ എന്താണ്, അതിന്റെ കോസ്റ്റിലാണ് എന്ത് ചെയ്യേണ്ടത്, റെക്കോർഡ് ചെയ്യേണ്ടത്. ഡ്യുവാലിറ്റി കൺസെപ്റ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു ട്രാൻസാക്ഷൻ നടക്കണമെങ്കിൽ 2 ആസ്പെക്ട് ഉണ്ടാവും, 2 അതിൽ എഫക്ട് ചെയ്യും. അതിനെ പറയുന്നത് ഡ്യുവാലിറ്റി കൺസെപ്റ്റ്. ഇനി അടുത്തതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതാണ് റിയലൈസേഷൻ അക്കൗണ്ട് കൺസെപ്റ്റ്. അപ്പൊ ഇനി അതാണ് നമ്മൾ എന്ത് ചെയ്യാനുള്ളത്, ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നോക്കിക്കോ, ഇതൊക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. റിയലൈസേഷൻ കൺസെപ്റ്റ് അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്താണ് റിയലൈസേഷൻ കൺസെപ്റ്റ് നോക്കിക്കോ. എന്താ റിയലൈസേഷൻ കൺസെപ്റ്റ് പറയുന്നത്? ദിസ് കൺസെപ്റ്റ്, ഏത് കൺസെപ്റ്റ്? ഈ കൺസെപ്റ്റ്. എന്താ ഈ കൺസെപ്റ്റ് പറയുന്നത്? സ്റ്റേറ്റ് ദാറ്റ്, പറയുന്നു. എന്താ പറയുന്നത്? ഫോർ എനി ബിസിനസ് ട്രാൻസാക്ഷൻ, ഏതൊരു ബിസിനസ് ട്രാൻസാക്ഷനും ഷുഡ് ബി ഇൻക്ലൂഡ് ഇൻ അക്കൗണ്ടിങ് റെക്കോർഡ്സ് ഓൺലി വെൻ ഇറ്റ് റിയലൈസ്. എപ്പോഴാണ് ആ ട്രാൻസാക്ഷൻ സംഭവിച്ചത്, അപ്പോഴാണ് അത് എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് റിയലൈസ് ചെയ്യേണ്ടത്. എന്താ ഇനി റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ? ദ ടേം റിയലൈസേഷൻ മീൻസ്, റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ക്രിയേഷൻ ഓഫ് ലീഗൽ റൈറ്റ്സ് ഓഫ് ടു റിസീവ് മണി. ഓക്കെ, അതായത് റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ ആ പൈസ കിട്ടാനുള്ള ലീഗൽ റൈറ്റ്, നിയമപരമായിട്ടുള്ള റൈറ്റ്. സപ്പോസ് ഫോർ എക്സാമ്പിൾ നമ്മൾ പറയണം, ഇപ്പൊ നോക്കിക്കോ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് സെല്ലിംഗ് ഓഫ് ഗുഡ്സ്. സെല്ലിംഗ് ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്, ഗുഡ്സ് സെല് ചെയ്യുന്നത് ഈസ് റിസീവ് ഓർഡർ ഈസ് നോട്ട്, ഇൻ അതർ വേഴ്സ്. ഓക്കെ, ഇൻ അതർ വേഴ്സ് ഇറ്റ് ക്യാൻ ബി സെഡ് റവന്യൂ. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഒരു സെല്ലിങ്, ഇപ്പൊ സെൽ അല്ലെങ്കിൽ സെയിൽ എപ്പോഴാണ് റിയലൈസ് ചെയ്യാന്നറിയാം? സപ്പോസ് നമുക്ക് ഓർഡർ കിട്ടി, ഒരു ഓർഡർ വന്നു, ഞങ്ങൾക്ക് ഇത്ര ക്വാണ്ടിറ്റി വേണമെന്ന് പറഞ്ഞിട്ടുള്ള ഓർഡർ വന്നു. അപ്പൊ നമ്മളിത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, സെയിലായിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റൂല. യെസ്, എപ്പോഴത് സെയിലായിട്ട് റെക്കോർഡ് ചെയ്യാം? നമ്മള് സാധനം അവർക്ക് വിറ്റു, ഗുഡ്സ്. ഓക്കെ, അപ്പൊ എപ്പോഴാണ് ആ ഗുഡ്സ് വിറ്റത്, അപ്പോഴാണ് എന്ത് ചെയ്യേണ്ടത്, അത് സെയിലായിട്ട് റെക്കോർഡ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ ഒരു ഇത് കാണിച്ചാൽ, ഗുഡ്സ് വിറ്റു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ക്യാഷ് കിട്ടിക്കോണം എന്നില്ല. ചിലപ്പോൾ കടത്തിന് വിറ്റാലും മതി, എന്നാലും നമ്മൾ എന്ത് ചെയ്യും, അത് റെക്കോർഡ് ചെയ്യും. മനസ്സിലായോ? യെസ്. അപ്പൊ എന്ന് പറയാൻ, ഓർഡർ വിറ്റുകൊണ്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, അത് സെയിലായിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. എപ്പോൾ റെക്കോർഡ് ചെയ്യാം? ആ ഗുഡ്സ് നമ്മൾ വിറ്റു, അത് ചിലപ്പോൾ ക്യാഷ് വെക്കാം, ചിലപ്പോൾ ക്യാഷ് അപ്പൊ തന്നെ കിട്ടും, ചിലപ്പോൾ ക്രെഡിറ്റ് വെക്കും, കടത്തിന് വെക്കും. ക്രെഡിറ്റിനാണ് ക്യാഷ് വിറ്റാലും അത് നമ്മൾ സെയിലായിട്ട് അപ്പുറം. മനസ്സിലായോ? ദാറ്റ്സ് എ പോയിന്റ്. ഇനി അതർ വേർഡ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ബ്രാക്കറ്റ് എന്താ പറയുക, ബോക്സിലായിട്ട് കൊടുക്കുന്നത്, റവന്യൂ ഈസ് സെഡ് ടു ബി ഹാവ് റിയലൈസ്ഡ്. റവന്യൂ എന്ന വരുമാനം അത് റിയലൈസ് ചെയ്യും. റിയലൈസ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ എപ്പോഴാണ് അത് റെക്കോർഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എപ്പോഴാണ് അതിന്റെ റൈറ്റ് നമുക്ക് ഉണ്ടാവുക? എപ്പോഴാ? വെൻ ക്യാഷ് ഹാസ് ബീൻ റിസീവ്ഡ്
ഓർ ഒന്നെങ്കിൽ ക്യാഷ് കിട്ടണം, നമ്മളൊരു സാധനം വിറ്റു അതിന്റെ പൈസ കിട്ടണം, അല്ലെങ്കിലോ ഓർ റൈറ്റ് ടു റിസീവ്ഡ് ക്യാഷ് ഓൺ ദ സെയിൽ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് ഹാവ് ബീൻ ക്രിയേറ്റഡ്. അല്ലെങ്കിൽ നമുക്ക് പൈസ കിട്ടാനുള്ള അവകാശം നമ്മൾ എടുത്തു തരണം, അപ്പോഴാണ് അത് റിയലൈസ് ചെയ്തു എന്ന് പറയാം. അതായത് ഇപ്പോൾ സപ്പോസ് ഞാൻ നേരത്തെ പറഞ്ഞ സെയിം എക്സാമ്പിൾ നമ്മൾ നോക്കണ ഗുഡ്സ് വിറ്റിട്ട് ഒന്നല്ലെങ്കിൽ ക്യാഷ് അപ്പത്തിന് കിട്ടിയിട്ടുണ്ടോ, ക്യാഷ് അപ്പത്തിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്താണ്, സെയിലാണ്. ഇനി ക്യാഷ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗുഡ്സ് അവർ മേടിച്ച് കൊണ്ടുപോയി എന്ന് വിചാരിക്കുക, നമ്മളെ അടുത്ത് കൊണ്ടുപോയി നമ്മുടെ പൊസഷൻ എന്ത് ചെയ്തു അല്ലെ, നമ്മുടെ അടുത്തുള്ള ഗുഡ്സ് അവരിലോട്ട് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ പിന്നെ ആ ക്യാഷ് കിട്ടാനുള്ള റൈറ്റ് ആർക്കുണ്ട്, നമുക്ക്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന് എന്തായിട്ട് ട്രീറ്റ് ചെയ്യും, ട്രീറ്റ് ചെയ്യണം. അത് റിയലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ അക്കൗണ്ടിൽ അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാം. ഓക്കെ, അതാണ് എന്ത് റിയലൈസേഷൻ. ജസ്റ്റ് ഒരു എക്സാമ്പിൾസ് ഉണ്ട് താഴെ. NP Jellos റിസീവ്ഡ് an order supply of goods of ornament worth of 5 lakh. NP Jellos 5 ലക്ഷത്തിന്റെ ഒരു ഇത്. The ornaments of 2 lakhs up to the year 31st January ഡിസംബർ 2023 വരെ എന്ത് ചെയ്തു, 2 ലക്ഷത്തിന് ഓർണമെന്റ്സ് നമ്മൾ കൊടുത്തു. The rest of ornament was supplied in 2024. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് എപ്പോഴും സപ്ലൈ ചെയ്ത് ഓർഡർ കിട്ടിയെന്നുണ്ടെങ്കിലും 2023 31st ഡിസംബറിനല്ലേ. അപ്പൊ 31st ഡിസംബർ 2013 എന്ന് പറയുന്നത് സെയില് നമ്മൾ എത്രയായിട്ടേ കാണിക്കുള്ളൂ, 2 lakh ആയിട്ടേ കാണിക്കുള്ളൂ. മനസ്സിലാവും, കാരണം 2 ലക്ഷത്തിന്റെ ഇത് കൊടുത്തിട്ടുള്ളൂ. ബാക്കി അവിടെ 2014. അപ്പൊ 2014 ബാക്കി സെയില് കാണിക്കുക. ഓക്കെ, അതുപോലെ നോക്കാം ഏതാണ്, ബെൻസാൽ സോൾഡ് 1 lakh ഫോർ ക്യാഷ് ഇൻ 2000. ദ ഗുഡ്സ് ഹാവ് ബീൻ ഡെലിവേർഡ് ഡ്യൂറിങ് ദെയർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴാണ് ആ ഗുഡ്സ് ഡെലിവർ ആവുന്നത്, അപ്പോഴാണ്. ഇനി ഈ 1 lakh നമ്മൾ കസ്റ്റമേഴ്സ് നമുക്ക് തന്നു എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് അഡ്വാൻസ് ആയിട്ട് കാണിക്കാം. നമ്മൾ ഗുഡ്സ് ഡെലിവർ ചെയ്യുമ്പോഴേ നമുക്കത് കിട്ടാനുള്ള പൈസ ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ സപ്പോസ് അതിന് മുമ്പ് 1 lakh തന്നു എന്ന് വിചാരിക്കാം, അവർ ഗുഡ്സ് കൊടുക്കുന്നതിന് മുമ്പ് അഡ്വാൻസ്. അപ്പൊ അത് അഡ്വാൻസ് ആയിട്ട്, അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ അഡ്വാൻസ് പറഞ്ഞാൽ ലോൺ പോലെയാണ് കാണിക്കുക. ഇതുപോലെ കാണിക്കുക, അഡ്വാൻസ് ഇസ് ഈക്വൽ ടു ലോൺ പോലെ അവർ നമുക്ക് പൈസ തന്നു, അതുപോലെയാണ് നമ്മൾ ചെയ്യാം, ട്രീറ്റ് ചെയ്യുക. ഓക്കെ, കേട്ടോ. എപ്പോഴാണ് the concept of realization state that the revenue realized at a time when the goods or service are actually delivered. എപ്പോഴാണ് ഡെലിവേർഡ് ചെയ്ത്, അപ്പോഴാണ് അത് ഇൻകം ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അത് എന്തായിട്ടാണ് റെക്കോർഡ് ചെയ്യുക, അഡ്വാൻസ് ലോൺ ആയിട്ട് കാണിക്കാം, അവരിങ്ങോട്ട് പൈസ തന്നാൽ. ഓക്കെ, സിഗ്നിഫിക്കൻസ് എന്താണ് ഈ ഒരു കൺസെപ്റ്റിന്റെ സിഗ്നിഫിക്കൻസ്, ഇമ്പോർട്ടൻസ് എന്താണ്? ഇറ്റ് ഹെൽപ്സ് ഇൻ മേക്കിംഗ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ മോർ ഒബ്ജക്റ്റീവ്. ഒന്നുകൂടെ നമ്മളൊരു അക്യൂറേറ്റ് ആണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാൻ. ശരിക്കും ഇപ്പൊ നമുക്ക് അഡ്വാൻസ് ആയിട്ട് പൈസ കിട്ടിയെന്ന് വിചാരിക്കും, എനിക്ക് വേണമെങ്കിൽ അപ്പൊ തന്നെ വേണമെങ്കിൽ സെയിലായിട്ട് റെക്കോർഡ് ചെയ്യാം. പക്ഷെ ചിലപ്പോൾ അവർ പിന്നീട് ക്യാൻസൽ ചെയ്താലോ ഈ അഡ്വാൻസ് എമൗണ്ട് ചിലപ്പോൾ തിരിച്ച് ഫുൾ കൊടുക്കേണ്ടി വരും. സോ അപ്പൊ ഒന്നുകൂടെ സെക്യൂർ എന്ന് പറയുന്നത് എന്താ, സെയിൽ നടന്നതിന് ശേഷം റെക്കോർഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ദാറ്റ് the transaction should be recorded only when goods delivered to the buyer. ബയർ ആരാ, മേടിക്കുന്ന ആൾ. മേടിക്കുന്ന ആൾക്ക് എപ്പോഴാണ് ഗുഡ്സ് ട്രാൻസ്ഫർ, അപ്പോഴാണ് അത് റെക്കോർഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ റിയലൈസ് ചെയ്യേണ്ടത്. ഓക്കെ, ജസ്റ്റ് 2021 ക്വസ്റ്റ്യൻ ആണ്. അസർട്ടൻ ദ എമൗണ്ട് ഓഫ് കറന്റ് റവന്യൂ റിയലൈസ്ഡ് ഇയർ എൻഡിങ് ദ 31st of April. എപ്പോഴാണ് റിയലൈസേഷൻ? ആൻ ഓർഡർ സപ്ലൈ ഓഫ് ഗുഡ്സ് 20 lakh എന്ത് ചെയ്തു, സപ്ലൈ ചെയ്തു. ഈ റിസീവ്ഡ് ഇൻ 2026. 2026 എന്ത് ചെയ്തത്, അല്ല 2006 എന്ത് ചെയ്തത്, അത് റിസീവ് ചെയ്തത്. ദ ഗുഡ്സ് ഹാവ് ബീൻ സപ്ലൈഡ് ഓൺലി 10 lakh ഇൻ 2006. 2006 പക്ഷെ ഓർഡർ എത്ര രൂപ കിട്ടി? 2006 ഓർഡർ എത്ര രൂപക്ക് കിട്ടി? 20 ലക്ഷത്തിന് കിട്ടി. ഓർഡർ എത്ര രൂപ കിട്ടി? 20 ലക്ഷം. പക്ഷെ ഗുഡ്സ് എത്ര കിട്ടിയുള്ളൂ? 10 lakh മാത്രമേ നമ്മൾ ഡെലിവർ ചെയ്തുള്ളൂ. അങ്ങനെ വെച്ചാൽ എത്ര നമ്മൾ റവന്യൂ ഇട്ട് കാണിച്ചാൽ മതി, റിയലൈസ് ചെയ്താൽ മതി? 10 ലക്ഷം മാത്രം. 10 ലക്ഷം മാത്രമായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, സെയിൽസ് അക്കൗണ്ടിലോട്ട് പോകണം, സെയിലായിട്ട് നമ്മൾ കാണിക്കും. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു കേട്ടോ. ദാറ്റ് ഈസ് ദ എന്ത്, അതാണ് നമ്മളിപ്പോൾ പഠിച്ച റിയലൈസേഷൻ കൺസെപ്റ്റ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇതൊക്കെ നമ്മുടെ അക്കൗണ്ടിങ്ങിൽ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. എപ്പോഴാണ് റിയലൈസേഷൻ കൺസെപ്റ്റ്. ഓക്കെ, അടുത്താണ് അക്രൂവൽ കൺസെപ്റ്റ്. എന്താണ് സബ്ജക്ട് നോക്കിയോ, അക്രൂവൽ കൺസെപ്റ്റ്. എന്താ അക്രൂവൽ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ദ മീനിങ് ഓഫ് അക്രൂവൽ ഈസ് സംതിങ് ദാറ്റ് ബിക്കം ഡ്യൂ, സ്പെഷ്യലി ആൻ എമൗണ്ട് ഓഫ്
money that is to be paid or received at the end of the accounting period. It means that the revenue are recognized when they become receivable. നമ്മൾ എപ്പോഴാണ് നമുക്ക് കിട്ടേണ്ടത്? ഇപ്പൊ സപ്പോസ് the minimum of accrual എന്ന് പറഞ്ഞത് ഈ സംതിങ് എന്താണ് സംതിങ് ആണ് എന്താ ബിക്കം ഡ്യൂ സ്പെഷ്യലി എന്തോ നമുക്ക് കിട്ടാനായി സ്പെഷ്യലി ആൻ എമൗണ്ട് ഓഫ് മണി ഒരു പൈസ നമുക്ക് കിട്ടാനാവാനുള്ള ടൈമായി അങ്ങനെയാണെങ്കിൽ അതിനെ അക്രൂവൽ ചെയ്യാന്ന് പറയാ ദാറ്റ് ഈസ് യെറ്റ് ടു ബി പെയ്ഡ് ഓർ റിസീവ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിങ് പീരീഡ്. അതെന്ത് ചെയ്യണം? അത്രയും കിട്ടണം. ഒന്നല്ലേ അത്രയും പൈസ അവർ നമുക്ക് പേ ചെയ്യണം, അല്ലെങ്കിൽ അത്രയും കിട്ടാനുണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ പീരീഡ് അക്കൗണ്ടിങ് പീരീഡ് കഴിയുമ്പോൾ. സപ്പോസ് ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ സെയിൽ നടന്നു, 10 ലക്ഷത്തിന്റെ സെയിൽ നടന്നു. പക്ഷെ നമുക്കിത് പൈസ തരാനായിട്ട് തന്നിട്ടില്ല. പക്ഷെ ഇവിടെ തന്നാലും തന്നിട്ടില്ലെങ്കിലും നമ്മൾ ഈ സെയിൽ എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്യും. കാരണം ഈ സെയിൽ നടക്കുന്നതോടുകൂടി അയാൾ നമുക്ക് പൈസ തരാനുള്ള ഒരാളായില്ലേ. ഉണ്ടോ? അയാൾ എന്തായി? ടു ബി റിസീവ്ഡ് ആണ്, ടു ബി പെയ്ഡ്. അയാൾ നമുക്ക് പിന്നെ നമുക്ക് തരണം. അപ്പൊ നമ്മൾ റെക്കോർഡ് ചെയ്യും. അപ്പൊ സെയിൽ നടന്നാൽ അവിടെ അക്രൂ ആയി, അങ്ങനെ സംഭവം നടന്നു, അതുകൊണ്ട് നമുക്ക് അയാൾ പൈസ തരാണ്ട്. അപ്പൊ നമ്മൾ റെക്കോർഡ് ചെയ്യണം. Okay, that is the accrual concept. Okay, and though the cash received or not received and expense are recognized when they become payable, the cash is paid or not paid. Now suppose നിങ്ങളൊരു എക്സ്പെൻസ് ഉണ്ടായെന്ന് വിചാരിക്കും. ഇപ്പൊ സപ്പോസ് നമ്മളൊരു മെഷീൻ മേടിച്ചു കമ്പനിക്ക് വേണ്ടിയിട്ട്. ഇത് ക്യാഷ് കൊടുത്തിട്ടില്ല. ഓക്കെ, യെസ്, ക്യാഷ് കൊടുത്താലും കൊടുത്തിട്ടില്ലെങ്കിലും ഈ മെഷീൻ മേടിച്ചോ അത് എക്സ്പെൻസ് ആയിട്ട് നമ്മൾ എഴുതും. കാരണം ഈ ക്യാഷ് കൊടുത്തതിന് നമ്മൾ അത്രയും പൈസ കൊടുക്കാനുള്ള ഒരാളായില്ലേ. അപ്പൊ അത് അക്രൂ ചെയ്തു. ആ എക്സ്പെൻസ് ഉണ്ടായില്ലേ, ആ എക്സ്പെൻസ് ഉണ്ടായി പിന്നെ അത് റെക്കോർഡ് കൊടുക്കണം. അതാണ് അക്രൂവൽ കൺസെപ്റ്റ്. അതായത് പൈസ കൊടുത്താലേ റെക്കോർഡ് ചെയ്യണ്ടുള്ളൂ, പൈസ കൊടുത്തിട്ട് റെക്കോർഡ് ചെയ്യണ്ട എന്നുള്ള ഒരു കൺസെപ്റ്റ് എവിടെ ഇല്ല. അതാണ് അക്കൗണ്ടിങ് സിഗ്നിഫിക്കൻസ്. എന്താ സിഗ്നിഫിക്കൻസ്? ഇറ്റ് ഹെൽപ്സ് നോയിങ് ആക്ച്വൽ എക്സ്പെൻസ് ആൻഡ് ആക്ച്വൽ ഇൻകം ഡ്യൂറിങ് ദ പെർട്ടിക്കുലർ ടൈം പീരീഡ്. കണ്ടോ? ആക്ച്വൽ എക്സ്പെൻസും ആക്ച്വൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഹെൽപ്പ് ചെയ്യും? നമ്മുടെ അക്രൂവൽ കൺസെപ്റ്റ്. കാരണം എന്താന്ന് ചോദിച്ചാലടാ, ഇപ്പൊ ചിലപ്പോ സെയിൽ നടക്കുന്നത് ഇപ്പൊ 2024 പക്ഷെ ഇതിന്റെ പൈസ കിട്ടുന്നത് ചിലപ്പോൾ 2025 പക്ഷെ നമ്മൾ എപ്പോഴാണ് സെയിൽ നടന്നത് അത് അപ്പൊ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ. പക്ഷെ പൈസ കിട്ടുന്നത് എപ്പോഴായിരിക്കും? 2025. മനസ്സിലാവും? അപ്പോഴാണ് ശരിക്കും 2025 നടന്ന സെയിൽ 2024 നടന്ന സെയിൽ 2025 റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ അത് ഒരു റോങ് കാൽക്കുലേഷൻ അല്ലടാ. അങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ സെയിൽ ശരിക്കും മാറിയില്ലേ. ആക്ച്വലി എവിടെ നടന്നത് 2024, നമ്മൾ റെക്കോർഡ് ചെയ്ത് എവിടെ 2025. അങ്ങനെ റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതായത് പ്രോപ്പർ അക്കൗണ്ടിങ് ആണ്. അപ്പൊ ആക്ച്വൽ എക്സ്പെൻസും ആക്ച്വൽ ഇൻകം ഇതാക്കാൻ ആരെ ഹെൽപ്പ് ചെയ്യും? It helps in the calculating net profit of business. Net profit of business that can be help. The last one, I think, matching concept. Last concept is the matching concept. The matching concept states that revenue and expense incurred to earn the revenue must belong the same accounting period. So once revenue realized, the next event allocate the relevant accounting period. This can be done the helpful of accrual concept. അതായത് അവിടെ മാച്ചിങ് ആയിരിക്കണം. ഇപ്പൊ സപ്പോസ് ഒരു എക്സ്പെൻസ് പറയുമ്പോൾ എന്തെങ്കിലും ചെലവ്, ഈ ചെലവ് നടന്നത് 2024, ഈ ചെലവ് നടന്നതാണ് 2024. ഇത് നമുക്ക് 2025 റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നോക്കണം. അപ്പൊ സപ്പോസ് നമ്മൾ നോക്കണം അക്കൗണ്ട്, നമ്മൾ 2 തരം കലണ്ടർ ഉണ്ട്, ഫൈനാൻഷ്യൽ ഇയർ ഇതുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ നോക്കണം കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയർ, ഇപ്പോ അതായത് 1 ഏപ്രിൽ 2023 ടു 31 മാർച്ച് 24, ഇതൊരു ഫൈനാൻഷ്യൽ ഇയർ ആണല്ലോ. ഈ ഫൈനാൻഷ്യൽ ഇയറിന്റെ ബേസിസിലാണ് നമ്മൾ എക്സ്പെൻസും ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സപ്പോസ് ഈ അന്ന് കുറെ നമുക്ക് ഇൻകം ഉണ്ടായിട്ടുണ്ടാവും, കുറെ വരുമാനം നമ്മുടെ സെയിലിലൂടെ നമുക്ക് കുറെ വരുമാനം വന്നിട്ടുണ്ടാവും. ഈ സെയിൽ എന്ന് പറയുന്നത്, ഈ സെയിലിന് അനുസൃതമായിട്ട് ഈ സെയിൽ ഉണ്ടാകാൻ വേണ്ടി ഒരുപാട് ചെലവാണുണ്ടാവും. അവിടുത്തെ സ്റ്റാഫിന് സാലറി കൊടുക്കേണ്ടി വരും, വണ്ടിക്ക് ഡീസൽ അടിക്കേണ്ടി വരും, മറ്റോ അടിക്കേണ്ടി വരും, പിന്നെ എന്ത് ചെയ്യേണ്ടി വരും, പെന്ന് സ്റ്റേഷനറി പല സാധനങ്ങൾ വേണ്ടി വരും. ഈ സെയിൽ നടക്കാൻ വേണ്ടി നമ്മൾ ഒരു മാർക്കറ്റ് ചെയ്തിട്ടുണ്ടാവും, അഡ്വർടൈസ്മെന്റ്. ഈ ഒരു സെയിൽ നടക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ആ റവന്യൂ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരുപാട് എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ടാവും. മനസ്സിലായോ? അപ്പൊ ഈ എക്സ്പെൻസ്, ഈ സെയിൽ ഉണ്ടായത് 2024 31 മാർച്ചിന് മുമ്പാണെന്ന് വിചാരിക്കും, ഈ അക്കൗണ്ടിങ് പീരിയഡിലാണ്. ഈ എക്സ്പെൻസ് നടന്നതും ഉണ്ടായതും എന്ന് തന്നെയാണ് ഈ സെയിം ഫൈനാൻഷ്യൽ ഇയറിലാണ്.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത ഫൈനാൻഷ്യൽ ഇയറിൽ ഇപ്പൊ സപ്പോസ് അന്നുണ്ടായ എക്സ്പെൻസ്, അതായത് ഇപ്പൊ കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയർ, അതായത് 1 ഏപ്രിൽ 2023 ടു 31 മാർച്ച് 2024 ഉണ്ടായ എക്സ്പെൻസ് നമ്മൾ അടുത്ത ഫൈനാൻഷ്യൽ എന്ന് വരിക 1 ഏപ്രിൽ 24 ടു 31 മാർച്ച് 25 ഈ ഫൈനാൻഷ്യലിലൂടെ കൊണ്ടുവരാൻ പറ്റുമോ? ശരിക്കും പറഞ്ഞ അത്ര ഉള്ളടാ. ഇപ്പൊ ഈ വർഷം നടന്നൊരു എക്സ്പെൻസ് അടുത്ത വർഷം റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഈ വർഷം എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അത് ഈ വർഷം തന്നെ എക്സ്പെൻസ് എന്ത് ചെയ്യണം, നമ്മൾ റെക്കോർഡ് ചെയ്യണം. അല്ലാതെ അത് പൈസ കൊടുത്താലും ശരി, പൈസ കൊടുത്തില്ലെങ്കിൽ ശരി, ഇപ്രാവശ്യം എക്സ്പെൻസ് ഉണ്ടായി, ഇപ്രാവശ്യം എന്ത് ചെയ്യണം, അത് റെക്കോർഡ് ചെയ്യണം. അടുത്ത പ്രാവശ്യം റെക്കോർഡ് ചെയ്യരുത്. അതായത് മാച്ച് ചെയ്യണം. ഈ എക്സ്പെൻസ് ഏത് വർഷത്തിലാണ് ഉണ്ടായത്, ആ വർഷം എന്താ പറയാ ഉണ്ടായ എക്സ്പെൻസും ആ വർഷം എപ്പോഴും മാച്ച് ആയിരിക്കണം, കറക്റ്റ് ആയിരിക്കണം. അല്ല ഇയർ മാറ്റി കൊടുക്കരുത്. ദാറ്റ് ഈസ് ദ മാച്ചിങ് കൺസെപ്റ്റ്. ഓക്കെ, അതാണ് പറയുന്നത്. ഞാൻ എന്തിനിങ്ങനെ വായിക്കണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താ പറയുക ഇംഗ്ലീഷ് ആയിട്ട് ആ ഒരു കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, മാച്ചിങ് കൺസെപ്റ്റ് റവന്യൂ എന്താ പറഞ്ഞ സ്റ്റേറ്റ് ദാറ്റ് പറയുന്നു. മാച്ചിങ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് റവന്യൂ ആൻഡ് എക്സ്പെൻസ് ഗുഡ് ടു ഏൺ ദ റവന്യൂ. എക്സ്പെൻസ് ഉണ്ടായതൊക്കെ ഏൺ ചെയ്ത ഉണ്ടായിട്ടുള്ള എക്സ്പെൻസ് ഉണ്ടല്ലോ, മസ്റ്റ് ബി ബിലോങ് ദ സെയിം അക്കൗണ്ടിങ് പീരീഡ്. സെയിം അക്കൗണ്ടിങ് ഒരു എക്സ്പെൻസ് ഉണ്ടായാലും അതിന് റവന്യൂവിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസ് ഉണ്ടായാലും അത് രണ്ടും എന്തായിരിക്കണം, സെയിം അക്കൗണ്ടിങ് പീരീഡ് ആയിരിക്കണം. രണ്ടും രണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നത്. ഓക്കെ, 2006 കുറച്ച് ട്രാൻസാക്ഷൻ ഉണ്ട്. സെയിൽ ഓഫ് ക്യാഷ് 2000 ആൻഡ് ക്രെഡിറ്റ് ഇവിടെ നോക്കാം. കുറച്ച് ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ട് തന്നിട്ടുണ്ട്, സെയിലും കാര്യങ്ങളൊക്കെ. അപ്പൊ ആ സെയിലും ഇതൊക്കെ റെക്കോർഡ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ഒരു റെക്കോർഡ് ചെയ്ത് കാണിച്ചോ, അത്ര ഇമ്പോർട്ടന്റ് അല്ല, അതാണ് സ്കിപ്പ് ചെയ്യുന്നത്. റവന്യൂ എത്ര, സെയിൽ ഇത്രയും തന്നിട്ടുണ്ട്, 3000 രൂപയുടെ സെയിൽ. ഇൻട്രസ്റ്റ് റിസീവ്ഡ് 50 രൂപ ഇൻട്രസ്റ്റ് ചിലപ്പോൾ ബാങ്കിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. റെന്റ് റിസീവ്ഡ് 1000 രൂപ. അപ്പൊ ഇത്രയും ആണ് എന്ത് നമുക്ക് വരുമാനമായിട്ട് നമ്മുടെ കമ്പനിയിലോട്ട് വന്നത്. ഇതിൽ ഓരോന്നും എടുത്തെടുത്ത് താഴെ എഴുതിയതാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് 3 എക്സ്പെൻസ് വന്നിട്ടുണ്ട്. സാലറി വന്നിട്ടുണ്ട്, കമ്മീഷൻ വന്നിട്ടുണ്ട്, ഗ്യാരേജ് വന്നിട്ടുണ്ട്, പോസ്റ്റ് പെയ്ഡ്, റെന്റ് പെയ്ഡ്, ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് കുറെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് 3 എക്സ്പെൻസ് ഉണ്ടോ. അപ്പൊ ഇതിന്റെ 3 ഇൻകം അങ്ങനെ വെച്ചാൽ ഡിപ്രീസിയേഷൻ ഇതെത്ര ഇവിടെ നോക്കണം. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും എന്ത് പ്രോഫിറ്റ്. അപ്പൊ ഇത്രയും 3150 എന്ന് പറയുന്ന 3150 എന്ന് പറയുന്ന ഈ ഒരു ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 എക്സ്പെൻസ് വന്നിട്ടുണ്ട്. ഈ എക്സ്പെൻസ് ഇപ്പൊ സപ്പോസ് 2006 ഉണ്ടായതല്ലേ, ഇത് 2007 കൊണ്ടുപോയി റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ ഈ എക്സ്പെൻസ് അല്ലെങ്കിൽ ഇൻകം? നെവർ, ഒരിക്കലും അങ്ങനെ ചെയ്യാം. അതാണ് മാച്ചിങ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് മാച്ചിങ് കൺസെപ്റ്റ് പറയുന്നത്? ഇറ്റ് ഈസ് ഗൈഡ് ഹൗ ടു എക്സ്പെൻസ് ഷുഡ് ബി മാച്ച്ഡ് വിത്ത് ദ റവന്യൂ. എക്സ്പെൻസും റവന്യൂ എന്തായിരിക്കണം, മാച്ച് ആയിരിക്കണം. സെയിം അക്കൗണ്ടിങ് പീരീഡിലാണ് ഉണ്ടായിരിക്കണമെങ്കിൽ സെയിം അക്കൗണ്ടിങ് പീരീഡ് കൊടുക്കണം എന്ന് പറയുന്നത്. ഫോർ ഡിറ്റർമൈനിങ് എക്സാക്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? എന്നാലും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആണോ ലോസ് ആണ്. ഇപ്പോഴത്തെ എക്സ്പെൻസ് നമ്മൾ അടുത്ത വർഷം റെക്കോർഡ് ചെയ്താൽ അത് അടുത്ത വർഷത്തിന്റെ ഇൻകത്തിൽ നിന്നല്ല കുറേക്കാം. ഇൻകം മൈനസ് എക്സ്പെൻസ്, വരുമാനം മൈനസ് ചെലവ്, അതല്ലേ പ്രോഫിറ്റ്. അപ്പോൾ ഈ വർഷത്തെ എക്സ്പെൻസ് അടുത്ത വർഷത്ത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും, അവിടെ ആക്ച്വൽ പ്രോഫിറ്റ് മാറിയില്ലേ. കാരണം എന്താ വെച്ചാൽ അടുത്ത വർഷത്ത് കൊണ്ടുപോയിട്ട് എന്താ പ്രശ്നം, അവിടുത്തെ എക്സ്പെൻസ് കൂടി, ഇവിടുത്തെ എക്സ്പെൻസ് കുറയും ചെയ്യും. അപ്പോൾ ചിലപ്പോൾ ഇപ്രാവശ്യം പ്രോഫിറ്റ് കൂടും. അങ്ങനെയൊക്കെ ചോദിച്ചാൽ തട്ടിപ്പാട്ടില്ലടാ. ആക്ച്വലി ഇല്ലാത്ത പ്രോഫിറ്റ് നമ്മൾ കാണിക്കാൻ അടുത്ത വർഷത്ത് കൊണ്ടിട്ട് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് മാച്ചിങ് കൺസെപ്റ്റ് അപ്പോൾ അവിടെ എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്യും. മാച്ചിങ് കൺസെപ്റ്റ് തെറ്റും, അങ്ങനെ തെറ്റാൻ പാടില്ല. ഇറ്റ് ഈസ് വെരി ഹെൽപ്ഫുൾ. ഇതെന്താണ്, വെരി ഹെൽപ്ഫുൾ ആണ് എന്തിന്, ഫോർ ദ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് ടു ദ നോ ആൻഡ് എക്സൈറ്റ് അബൌട്ട് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദ ബിസിനസ്. ബിസിനസ്സിന് കറക്റ്റ് പ്രോഫിറ്റ് ആണോ ലോസ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റേഴ്സിനെ സഹായിക്കുന്ന ടൂളാണ് ഏത്, മനസ്സിലാവുന്നുണ്ടോ? മാച്ച്ഡ് വിത്ത് എന്താണ് റവന്യൂ. ഇവിടെ എന്താ പറയുക, റവന്യൂ ടു ജനറേറ്റ് ഡ്യൂറിംഗ് ദ പീരീഡ്. എക്സ്പെൻസ് ആർ മാച്ച്ഡ് വിത്ത്, എക്സ്പെൻസ് ഇതിനോട് റവന്യൂ കേട്ടോ. ഇതെന്താ എക്സാമ്പിൾ? ഓക്കെ, ഇവിടെ നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത്, കിട്ടേണ്ടത്. ഇപ്പൊ ഞാൻ പറയുന്ന ക്ലാസ്സിന് നിങ്ങൾ ഇതിന്റെ കൂടെ എന്ത് ഉണ്ടാവും, റണ്ണിങ് നോട്ട്സും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് എന്താ പറയാ വിചാരിക്കണം. ഗോയിങ് കൺസെപ്റ്റ് എന്താന്ന് വിവരിക്കാൻ. വാട്ട് യു മീൻ ബൈ ദ ബിസിനസ് എൻറ്റിറ്റി. എന്താണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്? ജസ്റ്റ് നമ്മൾ എന്താ പറയാ നിങ്ങൾക്ക് എക്സസൈസ് ആണ്. സ്റ്റേറ്റ് ദ മീനിങ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മണി മെഷർമെന്റ് കൺസെപ്റ്റ്. മണി മെഷർമെന്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊക്കെ നിങ്ങളുടെ ഒരു ലാംഗ്വേജിൽ എഴുതാൻ നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. റൈറ്റ് ഓർ ഷോർട്ട് ഫോം കോസ്റ്റ് കൺസെപ്റ്റ് എന്താണ്, അക്രൂവൽ കൺസെപ്റ്റ് എന്താണ്.
മാച്ചിങ് കൺസെപ്റ്റ് എന്താണ്? അക്കൗണ്ടിങ് പീരിയഡ് കൺസെപ്റ്റ്. വാട്ട് യു മീൻ? ഓക്കെ, ആൻസർ ദ ഇൻഡെക്സ് ക്വസ്റ്റ്യൻ. റൂൾസ്. ഇതൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. സോ ഇനി അക്കൗണ്ടിങ് ഇതിലെ മൂന്നാമത്തെ ചാപ്റ്റർ. സോ അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് ഷോർട്ട് നോട്ട്സ് നോക്കാം ഇതുവരെ കവർ ചെയ്തതിന്റെ. സോ ഈ ഒരു ഷോർട്ട് നോട്ട്സ് നമ്മുടെ ഓഫീസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്തു? ഷെയർ ചെയ്തു. ഓക്കെ, യെസ്. ഇത് നോക്കണം, നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ കവർ ചെയ്തില്ലേ, അതിന്റെ ഷോർട്ട് നോട്ട്സ് ജസ്റ്റ് നോക്കിക്കോട്ടോ. യെസ്, അക്കൗണ്ടിങ് 1 അല്ലേ, ലെസൺ 1 അക്കൗണ്ടിങ് ആൻഡ് ഇൻട്രൊഡക്ഷൻ. അക്കൗണ്ടിങ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താണ് ഇതിൽ മെയിൻ പഠിച്ചത്? ബുക്ക് കീപ്പിംഗ് എന്താ പഠിച്ചു, മീനിങ് ആൻഡ് നേച്ചർ ഓഫ് എന്താ പറയുക ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിങ്, അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിങ്. അഡ്വാൻറ്റേജ് എന്തിനാണ് അക്കൗണ്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ്, എത്ര ബ്രാഞ്ച് ഉണ്ട്, എക്കണോമിക്സ് മറ്റേതൊക്കെ പറയുന്നത് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താ ബുക്ക് കീപ്പിംഗ് എന്ന് പറയാം? റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ ഈ സിസ്റ്റമാറ്റിക് മാനർ ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ഈസ് കോൾഡ് ബുക്ക് കീപ്പിംഗ്. ഓക്കെ, ബുക്ക് കീപ്പിംഗിന്റെ ഡെഫിനിഷൻ ടെസ്റ്റിൽ സെയിം ഡെഫിനിഷൻ അവർ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നോക്കിയേ, അതുപോലെ തന്നെ ഇതാണ് അക്കൗണ്ടിങ് എന്താണെന്നുള്ളത്. ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിങ്, അനലൈസിങ് ദ interpreting the business transaction systematically and communicating the business result to interested users in accounting. ഇതും അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ ആണ്. ഈ അക്കൗണ്ടിങ് പ്രോസസ്സ് എന്താണ്? ഇതും ടെസ്റ്റിൽ ഉണ്ടായിരുന്നതാ അല്ലേ? അക്കൗണ്ടിങ് പ്രോസസ്സ് നടക്കുന്നു, കമ്മ്യൂണിക്കേറ്റിംഗ് ഇൻഫർമേഷൻ, ഡിസിഷൻ മേക്കേഴ്സ് ഡിസിഷൻ, എക്കണോമിക് ഇവന്റ് റൊട്ടേറ്റ് ചെയ്തു. ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിങ് അതുപോലെ കൊടുത്തിട്ടുണ്ട്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഷോർട്ട് നോട്ട്സിലൊക്കെ ഒന്നുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും കേട്ടോ. സോ ഒന്നുകൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കാം. പിന്നെ ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് എന്താ? ബ്രാഞ്ച് ഓഫ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്, പിന്നെന്താ ടാക്സ് അക്കൗണ്ടിങ്, സോഷ്യൽ അക്കൗണ്ടിങ്. ഇത്രയാണ് എന്ത് 5 ഇതാണ് വരുന്നത്. ഓക്കെ, ഒബ്ജക്റ്റീവ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്താ? ഫൈൻഡിങ് ഔട്ട് ദ വേരിയസ് ബാലൻസസ്. ഇതൊക്കെയാണ് എന്ത് ഇവിടെ നിങ്ങൾ ഈ ഷോർട്ട് നോട്ട്സ് ഉള്ളത് ശരിക്കും പഠിച്ചാൽ മതി. അക്കൗണ്ടിന്റെ ക്ലാസ് എന്ത് ചെയ്യുക, ടെസ്റ്റിന്റെ കൂടെ കാണും. പക്ഷേ ഷോർട്ട് നോട്ട്സ് ഇട്ടിട്ട് എന്ത് ചെയ്യാൻ പഠിച്ചാൽ മതി. അതിൽ കറക്റ്റ് ആയിട്ട് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ദ വേരിയസ് ബാലൻസസ് ഫസ്റ്റ് പോയിന്റ്. ഇത് ടെസ്റ്റിൽ തന്നെ കേട്ടോ, ടെസ്റ്റ് ഷോർട്ട് നോട്ട് ആയിട്ട് കൊടുക്കുക. പിന്നെ എന്താണ് അക്കൗണ്ടിന്റെ ഒബ്ജക്റ്റീവ്? പ്രൊവൈഡ് ദ നോളജ് ഓഫ് ട്രാൻസാക്ഷൻ. ട്രാൻസാക്ഷൻ എന്തൊക്കെ ട്രാൻസാക്ഷൻ ഒരു ബിസിനസ് നടന്നത്. അസർട്ടിൻ ദ നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ്. നെറ്റ് പ്രോഫിറ്റ് ആണ് ലോസ് ആണ്. ഡെബിറ്റിംഗ് ദ ഫൈനാൻഷ്യൽ പൊസിഷൻ. എന്ത് ചെയ്യണം, ഫൈനാൻഷ്യൽ പൊസിഷൻ എവിടെയെന്ന് അറിയാൻ വേണ്ടി. ഇൻഫർമേഷൻ ഓൾ ഇൻട്രസ്റ്റഡ് യൂസേഴ്സ്. ഇൻഫർമേഷൻ ഇസ് എ ഫുൾഫിൽ ലീഗൽ ഒബ്ലിഗേഷൻ. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യേണ്ടി വരും, ഈ കാൽക്കുലേഷൻസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, ഇത് ചെയ്യേണ്ടി വരും. സോ അതെന്ത് ചെയ്യാം, പ്രൊവൈഡ് ചെയ്യാം. ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ്, അക്കൗണ്ടിങ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ മേജർ ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ് എന്താണ്? മെയിനിങ് സിസ്റ്റമാറ്റിക് റെക്കോർഡ്സ്. എന്തിനാണ് നമ്മൾ അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നത്? സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് വരുന്നത്. കമ്മ്യൂണിക്കേറ്റ് ദ ഫൈനാൻഷ്യൽ റിസൾട്ട് ഒക്കെ എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. മീറ്റിംഗ് ലീഗൽ റിക്വയർമെന്റ്. ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ നിർബന്ധമായിട്ടും അക്കൗണ്ടിങ് ചെയ്യേണ്ടി വരും. ഞാൻ പറയുന്നത് ചില കമ്പനികൾക്ക് നിർബന്ധമായി അക്കൗണ്ട് ചെയ്യൽ നിർബന്ധമാണ്, നിയമം പറയുന്നതാണ്, നമുക്കത് വിടാൻ സാധ്യമല്ല. ഫിക്സ് റെസ്പോൺസിബിലിറ്റി, നമ്മൾ ആർക്കൊക്കെ എന്ത് കൊടുക്കണം, എവിടെ കൊടുക്കണം, എത്ര കൊടുക്കണം. ഡിസിഷൻ മേക്കിംഗ്, നമ്മൾ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിങ്. അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ്, ചിലപ്പോൾ 2-3 ചോദിച്ചാൽ എന്തിനാണ് അക്കൗണ്ടിങ് ചെയ്യുന്നത്? ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ ഫോർ ബിസിനസ്, ബിസിനസിന് പറ്റിയുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. അസിസ്റ്റന്റ് ഓഫ് മാനേജ്മെന്റ് അസറ്റ്, റീപ്ലേസ്മെന്റ് ഓഫ് മെമ്മറി, അല്ലെ മറന്നുകൂടാ. ഫെസിലിറ്റേറ്റ് ചെയ്ത കമ്പാരിറ്റീവ് സ്റ്റഡി. എന്ത് ചെയ്യണം, കമ്പാരിറ്റീവ് 2 കമ്പനീസുകൾ തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യും. നമ്മൾ ഹെൽപ്പ് ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്യുക. ഫെസിലിറ്റേറ്റ് സെറ്റിൽമെന്റ് ഓഫ് ടാക്സ് ലയബിലിറ്റീസ്, എത്ര ടാക്സ് അടക്കണം എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ബേസിസ്, അക്കൗണ്ടിങ്ങിന്റെ ബേസിസിലാണ്. ഫെസിലിറ്റേറ്റ് ലോൺസ് കാര്യങ്ങളൊക്കെ. എവിഡൻസ് ഇൻ കോർട്ടിന്റെ ഒരു എവിഡൻസ് ആയിട്ട് യൂസ് ചെയ്യാം. ഫെസിലിറ്റേറ്റ് ദ സെയിൽ ഓഫ് ബിസിനസ്, സെയിൽ കൂട്ടാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, അക്കൗണ്ടിങ് ഈസ് സർവീസ് ആക്ടിവിറ്റി. ജസ്റ്റ് ഇതിന് പറ്റിയൊരു സെന്റൻസ് കൊടുത്തു. ഓക്കെ, ഈ യൂസേഴ്സ് ഓഫ് ഇൻഫർമേഷൻ വേണ്ടി 2 തരം യൂസേഴ്സ് ഉണ്ടായിരുന്നു, ഇന്റേണൽ യൂസേഴ്സും എക്സ്റ്റേണൽ യൂസേഴ്സും. ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? ഓണേഴ്സ്, മാനേജ്മെന്റ്, എംപ്ലോയ്മെന്റ് ആൻഡ് വർക്കേഴ്സ്, ഉള്ളിലുള്ള ആൾക്കാർ ഇന്റേണൽ യൂസേഴ്സ്. എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രൊവൈഡ്, ഈ അല്ലേ ഈ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയ റിപ്പോർട്ട് ഉണ്ടല്ലോ, ആ റിപ്പോർട്ട് ഉപയോഗിക്കുന്നവരാണ് നമ്മൾ യൂസേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഉള്ളിലുള്ള ആളാണെങ്കിൽ നമ്മൾ ഇന്റേണൽ യൂസേഴ്സ്, പുറത്തുള്ള ആളാണെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്നത്. ഇന്റേണൽ യൂസേഴ്സ് ആരാ? ഓണേഴ്സ്, മാനേജ്മെന്റ്, എംപ്ലോയ്മെന്റ് ആൻഡ് വർക്കേഴ്സ്. എക്സ്റ്റേണൽ യൂസേഴ്സ് ആരാ? ബാങ്ക്, ഫൈനാൻഷ്യൽ യൂസേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, പൊട്ടൻഷ്യൽ ക്രെഡിറ്റേഴ്സ്, ഗവൺമെന്റ് ആൻഡ് ഇറ്റ്സ് ഓതറൈസേഷൻ റിസർച്ചേഴ്സ്, അവരൊക്കെയാണ്. ഓക്കെ,
അതുപോലെ തന്നെ കൺസ്യൂമേഴ്സും പബ്ലിക്കും എന്താണ് എക്സ്റ്റേണൽ യൂസേഴ്സ് ആണ്. ക്വാളിറ്റേറ്റീവ് കാറ്റഗറിസ്റ്റ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എങ്ങനെയായിരിക്കണം എന്ത് അക്കൗണ്ടിങ് റിയലബിളായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റണം. റെലവെന്റ് ആയിട്ടുള്ള രൂപത്തിലായിരിക്കണം. അണ്ടർസ്റ്റാൻഡബിലിറ്റി നോക്കി മനസ്സിലാണ് അക്കൗണ്ടിങ്, മനസ്സിലാത്ത രൂപത്തിൽ എഴുതരുത്. കമ്പാരിറ്റബിലിറ്റി നമുക്ക് മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യാം. ഈ 4 പോയിന്റ്സ് ആണ് ഒരു അക്കൗണ്ടിങ് ഒരാൾ ചെയ്യുമ്പോൾ ഈ 4 ക്വാളിറ്റീസ് അതിന് വേണം. ഓക്കെ, പിന്നെ അക്കൗണ്ടിങ് ടേംസ് ട്രാൻസാക്ഷൻ എന്താ, പർച്ചേസ് എന്താ, സൺട്രി ഡെബിറ്റ് ക്രെഡിറ്റേഴ്സ് എന്താ, സെയിൽ എന്താ, സൺട്രി ഡെബിറ്റേഴ്സ് എന്താ, റവന്യൂ എന്താ, എക്സ്പെൻസ് എന്താ, ഇൻകം എന്താ, ഗെയിൻ എന്താ, ലോസ് എന്താ, കുറെ ടേംസ് നമ്മൾ പഠിച്ചില്ലേ. ആ ടേംസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആട്ടോ നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ. പിന്നെ റോൾ ഓഫ് അക്കൗണ്ടിങ് സൊസൈറ്റി എന്തൊക്കെയാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും ഈ ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കുന്നത്. നോക്കടാ, വളരെ 3 പേജുള്ളൂ പഠിക്കാനുള്ള. എത്ര ഉള്ളൂ? 3 പേജ്. അപ്പൊ ഇത് പഠിച്ചാൽ മതി. ബാക്കിയുള്ളതൊന്നും ടെസ്റ്റത്തെ എല്ലാതും ഇങ്ങനെ വാരി വലിച്ചു പഠിക്കുന്ന ആവശ്യം ഇതും കാണാടിക്കൊന്നും വേണ്ട. ജസ്റ്റ് പോയിന്റ്സുകളൊക്കെ മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ്. യെസ്, നമുക്ക് ജസ്റ്റ് ഒരു എന്താ പറയുക, അത് ഫസ്റ്റ് ചാപ്റ്ററിന്റെ നോട്ട്സ് അല്ലേ, നമുക്ക് ജസ്റ്റ് ചാപ്റ്ററിലൂടെ നോട്ട്സ് കൂടെ നോക്കാം. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ലെസൺ 2 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ലെസൺ 2ടെ നമ്മൾ ജസ്റ്റ് ഒരു ഷോർട്ട് നോട്ടാണ് നോക്കുന്നത്. എന്താ അക്കൗണ്ടിങ് കൺസെപ്റ്റ്, എന്താണ് അക്കൗണ്ടിങ് കൺസെപ്റ്റ്? കൺസെപ്റ്റ് റെഫർ ടു ബേസിക് അസംഷൻ വിച്ച് സെർവ്സ് ആൻഡ് ബേസിസ് ഓഫ് റെക്കോർഡിംഗ് ആക്ച്വൽ ബിസിനസ് ട്രാൻസാക്ഷൻ. ബിസിനസ് ട്രാൻസാക്ഷൻസ് നടക്കുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട റൂൾസ് ആൻഡ് ലോസ് ഒക്കെയാണ് അക്കൗണ്ടിങ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ്, റൂൾസും പ്രിൻസിപ്പിൾസും നമ്മൾ ഫോളോ ചെയ്യണം. ഓക്കെ, താഴെ പറയുന്നതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ച, ചാപ്റ്റർ 2 പഠിച്ച ഇമ്പോർട്ടന്റ് അക്കൗണ്ടിങ് കൺസെപ്റ്റ്. ഫസ്റ്റ് ആണ് ബിസിനസ് എൻറ്റിറ്റി. ബിസിനസ് എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് അസ്യൂം ദാറ്റ് ദ അക്കൗണ്ടിങ് പർപ്പസ് ബിസിനസ് എന്റർപ്രൈസസ് ഇറ്റ്സ് ഓണർ ആർ 2 സെപ്പറേറ്റ് എൻറ്റിറ്റി. ബിസിനസ് വേറെ, ഓണർ വേറെ, ബിസിനസ് വേറെ, ഓണർ വേറെ. അതാണ് എന്ത് അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ്. മണി മെഷർമെന്റ് കൺസെപ്റ്റ് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു അല്ലെ, എംപ്ലോയി ബെറ്റർ ആണെന്നൊന്നും നമ്മൾ എഴുതി വെക്കില്ല. മാനേജർക്ക് സുഖമില്ല എഴുതി വെക്കൂ, ഇല്ല, അതൊന്നും അക്കൗണ്ടിങ്ങിൽ നമ്മൾ ചെയ്യില്ല. എല്ലാം നമ്മൾ ഇൻ ടേംസ് ഓഫ് മണിയുടെ രൂപത്തിലാണ് എല്ലാം റെക്കോർഡ് ചെയ്യുക. ഓക്കെ, ഗോയിങ് കൺസെപ്റ്റ്. ഗോയിങ് കൺസെപ്റ്റ് ദ ബിസിനസ് ഫേം വിൽ കണ്ടിന്യൂ ടു ക്യാരി ഓൺ ബിസിനസ് ആക്ടിവിറ്റീസ് ഫോർ ആൻ ഇൻഡെമിനിഫൈഡ് പീരിയഡ്. എല്ലാ കാലങ്ങളോളം എന്ത് ചെയ്യും? ബിസിനസ് ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കും. ഇൻഡെമിനിഫൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു അറുതി ഇല്ലാത്ത കാലത്തോളം എന്ത് ചെയ്യും ബിസിനസ് നമ്മൾ വിചാരിക്കണം, ചിലപ്പോൾ അങ്ങനെ നടന്നോണ്ടെന്ന്. ഓക്കെ, അക്കൗണ്ടിങ് പീരിയഡ് കൺസെപ്റ്റ്. 2 തരം അക്കൗണ്ട്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ കാലാകാലത്തിനാണ് ഉണ്ടാക്കുന്നത് അല്ലെ. ഒരു സ്പെസിഫൈഡ് പീരിയഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് അക്കൗണ്ട്സ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ എന്ന് പറഞ്ഞാൽ 2 തരം അക്കൗണ്ടിങ് പീരിയഡ് ഉണ്ട്. ഒന്ന് കലണ്ടർ ഇയർ, 2 എന്ന് പറയുന്നത് എന്താ ഫൈനാൻഷ്യൽ ഇയർ. കറണ്ട് ഇയർ എന്ന് പറഞ്ഞാൽ എന്താ? ജനുവരി 1 മുതൽ 31 മാർച്ച് നമ്മൾ ന്യൂ ഇയർ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ എന്താ? 1 ഏപ്രിൽ ഓഫ് ദി ഒരു ഇയർ, ഇത് നെക്സ്റ്റ് ഇയർ 31 മാർച്ച് വരെ. അപ്പോൾ കറണ്ട് ഇയർ എന്താണ്? ഫസ്റ്റ് എന്താ പറയുക, ഇപ്പോൾ ഇത് 2025. ഇപ്പോൾ ഏതാ റൺ ചെയ്തുകൊണ്ടിരുന്നത്? 1 ഏപ്രിൽ 2024 ടു 31 മാർച്ച് 2025. ഏപ്രിൽ ആയി കഴിഞ്ഞാൽ അടുത്ത എന്താ പറയുക ഫൈനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നു. ഞാൻ ജസ്റ്റ് റിവൈസ് ചെയ്ത് തരും കേട്ടോ. അതാണ് ആ 2 കലണ്ടറിനെ പറ്റി വന്നത്. പിന്നെ അക്കൗണ്ടിങ് കോസ്റ്റ് കോൺസെപ്റ്റ്. അക്കൗണ്ടിങ് കോൺസെപ്റ്റ് സ്റ്റേറ്റ് ദാറ്റ് ഓൾ അസറ്റ്സ് ആർ റെക്കോർഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അറ്റ് ദെയർ കോസ്റ്റ് പ്രൈസ്. ചില മാർക്കറ്റ് പ്രൈസിലല്ല എന്ത് ചെയ്യേണ്ടത്? അസറ്റ് എന്താ ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മളൊരു മെഷീൻ മേടിച്ചു, എന്തെങ്കിലും ഫാൻ മേടിച്ചു, കാർ മേടിച്ചു, ഇതൊക്കെ അസറ്റാണ്. ഇതിനൊക്കെ പറയുന്നത് അസറ്റ്. നമ്മൾ കുറച്ച് കാലം അല്ലെ, 1 വർഷത്തെ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ബെനിഫിറ്റ്സിന് വേണ്ടി ബിസിനസ് നടക്കാൻ വേണ്ടിയിട്ട് മേടിക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. അതിന് അസറ്റ് എന്ന് പറയുന്നത് അസറ്റ് നമ്മൾ കോസ്റ്റ്, അതിന് എത്ര നമുക്ക് ചിലവന്ന് അത് ആ കോസ്റ്റിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നു ഞാൻ പറഞ്ഞു. അതിന് വന്ന എന്താ ഇൻസ്റ്റാൾ ചെയ്യാൻ ചിലവ്, ചിലപ്പോൾ അതിനെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ചിലവ് വന്നത് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യും. ഏതിൽ? അസറ്റിന്. ആ പ്രൈസിലാണ് എന്ത് ചെയ്യുക നമ്മൾ റെക്കോർഡ് ചെയ്യുക. നമ്മൾ അസറ്റ് എന്ന് പറഞ്ഞായിരുന്നു. ഡ്വാലിറ്റി കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഡ്വാലിറ്റി ഏത് ട്രാൻസാക്ഷൻ നടന്നാലും അത് 2 എണ്ണത്തെ എഫക്ട് ചെയ്യും. ഇപ്പൊ നമ്മളവിടെ ക്യാഷ് എടുത്തിട്ട് കാർ മേടിച്ചു കഴിഞ്ഞാൽ ക്യാഷ് കുറഞ്ഞു, നമ്മുടെ അടുത്തുള്ള ക്യാഷ് കുറഞ്ഞു അല്ലേ, പക്ഷെ ഇത് കൂടി. കാർ എന്ന് പറയുന്ന അസറ്റ് കൂടിയില്ലടാ, 2 അസറ്റ്. അതാണ് ഡ്വാലിറ്റി കൺസെപ്റ്റ്. പിന്നെ റിയലൈസേഷൻ കൺസെപ്റ്റ്. അപ്പൊ മാത്രമല്ല നമുക്കൊരു റവന്യൂ എന്തായിക്കോട്ടെ, ഈ റവന്യൂ ഇതൊക്കെ ഇപ്പൊ അത് റിയലൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് സപ്പോസ് ഒരു 2 ലക്ഷത്തിന്റെ ഓർഡർ വന്നു വിചാരിച്ചാൽ അത് അപ്പം റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴാണ് നമ്മൾ ഗുഡ്സ് കൊടുത്തത് അവർക്ക്, അപ്പോഴാണ് അത് റെക്കോർഡ് ചെയ്യുന്നത്. അടുത്താണ് അക്രൂവൽ കൺസെപ്റ്റ്. അക്രൂവൽ കൺസെപ്റ്റും റിയലൈസേഷൻ കൺസെപ്റ്റും ഏകദേശം സെയിം. ഓക്കെ, അക്രൂവൽ കൺസെപ്റ്റ് എന്താ?
Revenue is realized at the time of sale of goods or service, irrespective of fact that when the cash received. മനസ്സിലായോ? ക്യാഷ് റിസീവ്ഡ് നോക്കിയിട്ടൊന്നല്ല എന്ത്, സപ്പോസ് ഇപ്പോൾ ഒരു സെയിൽ നടന്നു, അത് ചിലപ്പോൾ കടത്തിനായിരിക്കും, അവിടെ ക്യാഷ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, നമ്മളത് എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. മാച്ചിങ് കൺസെപ്റ്റ് ഞാൻ പറഞ്ഞു, ഇപ്രാവശ്യം നടന്ന എക്സ്പെൻസ്, ഇപ്പൊ ഈ ഫൈനാൻഷ്യൽ ഇയറിൽ നടന്ന എക്സ്പെൻസ് ഇപ്പൊ റെക്കോർഡ് ചെയ്യണം, അല്ലാതെ അടുത്ത വർഷത്തിലല്ല. ഇപ്പൊ ഫൈനാൻഷ്യൽ ഇയറും റവന്യൂ അതിന്റെ എക്സ്പെൻസ് ഒക്കെ എന്തായിരിക്കണം, മാച്ച് ആയിരിക്കണം. അപ്പൊ ഇതാണ് എന്ത് ചാപ്റ്റർ 2ന്റെ നോട്ട്സ്, ഷോർട്ട് നോട്ട്സ്. ഓക്കെ, അപ്പോൾ ഇതും നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കണം. ഓക്കെ, ജസ്റ്റ് ഇതൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ട ഷോർട്ട് നോട്ട്സ്. പക്ഷെ നിങ്ങൾ ജസ്റ്റ് വായിക്കുമ്പോൾ ജസ്റ്റ് കൺസെപ്റ്റ് ഒക്കെ മനസ്സിലാവുമ്പോൾ ഏത് യൂസ് ചെയ്യാം, നമ്മുടെ നോട്ട്സ് യൂസ് ചെയ്യാം. ഓക്കെ, അതോടുകൂടി അപ്പോൾ 2 ചാപ്റ്റർ 1 and 2. അടുത്ത ചാപ്റ്റർ 3 ആയിട്ട് നമ്മൾ അടുത്ത സെക്ഷൻ